സോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് തൊട്ട് കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ വീഡിയോ ഇടുന്നതായിരിക്കും. ഫുള്ളായിരിക്കും. വോയിസ് ഓവർ എന്ന് പറയുമ്പം നമ്മൾ ഫുള്ള് ഫേസ് ടു ഫേസ്. കഴിഞ്ഞ വീഡിയോയിൽ വോയിസ് ഓവർ മാത്രമല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാത്തതുകൊണ്ട് എന്താ പറയുക, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ രാവിലത്തെ പരിപാടി എന്ന് പറയുമ്പോൾ കാർഡിയോ ഉണ്ട്. ഞാൻ എന്നും കാർഡിയോ ചെയ്യത്തില്ല, ജസ്റ്റ് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ജിമ്മിൽ പോകണം. ജിമ്മിലിന്ന് ഇന്ന് മൺഡേ ആണ്, സോ ചെസ്റ്റും പ്രൈസുമാണ്. പിന്നെ അഭിഷേക് ബ്രോയെ വിളിക്കാൻ പോകണം. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. എന്തോ പാസ്പോർട്ടിൻ്റെ സംഭവം, കഴിഞ്ഞ ആഴ്ചയോ സംഭവം എന്തോ പോയതാണ്. അപ്പോൾ പാസ്പോർട്ടിൻ്റെ നമ്മൾ തന്നെ പോയി വാങ്ങണമല്ലോ. സോ അതുകൊണ്ട് അവനെ വിളിക്കാൻ പോകണം. 7:00 അവിടെ ചെല്ലേണ്ടതാണ്, പക്ഷെ സമയം ഇപ്പോൾ 7:00. എന്തായാലും കുഴപ്പമില്ല, പെട്ടെന്ന് പോകാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ജേണി ഇപ്പോൾ എബൌട്ട് 5 മന്ത് അടുക്കാറായിട്ടുണ്ട്. സോ എന്താ പറയുക, ഈ ഒരു ഗ്രോത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പിന്നെ ഇപ്പോൾ ഈ സക്സസ് ആവുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ ചാനലായിക്കോട്ടെ, എന്തായാലും വർക്കൗട്ട് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്താണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും മാക്സിമം നമ്മൾ ഇടുന്നുണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സിനായാലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണ്, കാരണം ഞാനും ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. സോ എല്ലാവർക്കും എന്താ എക്സാമ്പിളായിട്ട് എടുക്കാം, എന്ത് സക്സസ് ആവുമോ ഇല്ലയോ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അബൌട്ട് 33 സബ്സ്ക്രൈബറായി, കുഴപ്പമില്ല. പക്ഷെ വീഡിയോയ്ക്ക് എല്ലാം റീച്ചുണ്ട്. അത് മാത്രമാണ് എൻ്റെ ഒരു എന്താ പറയുക, പിന്നെ ഇടാനുള്ളൊരു ഇത്. 100-200 വ്യൂവും ഒക്കെ മേളിലാണ് ലോങ് വീഡിയോസ്. അത് തന്നെ വലിയ കാര്യം. സോ അപ്പോൾ അത്രേ ഉള്ളൂ, ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി കടിയോലോട്ട് പോവാം, അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, രാവിലത്തെ കടി എന്തായാലും തയ്യാറായി. ഫസ്റ്റ് പുള്ളപ്പാണ്. ജസ്റ്റ് മിററിലൊക്കെ നോക്കി, ബോഡിയൊക്കെ നോക്കി, ഓക്കെ, ഇനി പുള്ളപ്പിലേക്ക് പോവാം. ഞാനിപ്പോഴും വോയിസ് ഓവർ ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് മൈക്ക് വാങ്ങണം. മൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിച്ചൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് ഇടാം. സോ അപ്പോൾ അത് വാങ്ങും. അതുവരെ നമ്മൾ വോയിസ് ഓവറാണ് ഇടുന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ബെഞ്ച് പ്രസ്സാണ്. 5 വെച്ച് ബെഞ്ച് പ്രസ് അടിക്കുകയാണ്. ചെസ്റ്റ് ഫസ്റ്റ്, ദെൻ ട്രൈസ്. പണ്ടൊക്കെ ഞാൻ ഓരോ മസിലിന് ഓരോ ദിവസം വെച്ച് അങ്ങനെ 7 മസിൽ 7 ദിവസം അങ്ങനെയായിരുന്നു അടിക്കുന്നത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അത് ഓക്കെയാണ്, ബട്ട് എന്താ പറയുക, ഒരു ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമ്മൾ സ്പ്ലിറ്റപ്പ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര സ്ലോവറായിരിക്കും. നമുക്ക് തന്നെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസം മാറുമ്പോഴേ നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ടേ തോന്നത്തുള്ളൂ. ഞാനും ആദ്യത്തെ ഒരു മാസമൊക്കെ ഫസ്റ്റ് ടൈം ജിമ്മിൽ പോകുമ്പോൾ 3 മാസം പോയ ടൈമിൽ അതങ്ങനെയായിരുന്നു ചെയ്തത്. പക്ഷെ പിന്നെ ഞാൻ നിർത്തി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ആദ്യം തൊട്ടാണ് ഇപ്പോൾ ഏകദേശം 4 to 5 മന്ത് ആവാറായി. നമ്മൾ ഈ 3 മാസം കഴിഞ്ഞ് ഒത്തിരി ഗ്യാപ്പൊക്കെ എടുത്താൽ എല്ലാം പോയി, നമ്മൾ ഉണ്ടാക്കിയ ഗെയിൻ എല്ലാം പോകും. പിന്നെ റീസ്റ്റാർട്ട് ആദ്യം തൊട്ട് ചെയ്യണം. സോ എല്ലാവരും കൺസിസ്റ്റൻ്റായിട്ട് പോയി. നമ്മൾ അതിൽ നിന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കയറാൻ നല്ല പാടാണ്. നെക്സ്റ്റ് സെക്കൻഡ് സെറ്റിലേക്ക് കടന്നു. ഓരോ മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, ഓരോ മിനിറ്റ് 2 മിനിറ്റോ കുഴപ്പമില്ല. ടൈം അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അധികം ഈ വോയിസ് ഓവറിന് നമ്മൾ ഫുള്ള് റെപ്പും ഇട്ടുമ്പം ഇച്ചിരി ലെങ്തി ആവും, ഇച്ചിരി ബോറായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഫുള്ള് ഇടുന്നില്ല, കട്ട് ചെയ്ത് ഇടുകയാണ്. അതുപോലെയാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 3ാമത്തെ സെറ്റിൻ്റെ ഞാൻ ഷൂട്ട് ചെയ്തില്ല, 15 വെച്ചാണ് അപ്പുറത്തും ഇപ്പുറത്തും. എല്ലാം നല്ല സ്റ്റോറേജ് എടുക്കുന്നുണ്ട് ഒരു വീഡിയോ തന്നെ. എന്തായാലും നെക്സ്റ്റ് ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ്സാണ്. ഡംബിൽ വെച്ച് ഫസ്റ്റ് 12.5 ആണ്, 12 റെപ്പ്, 12 റെപ്പ് വെച്ചാണ്. ദെൻ 12.5 കഴിഞ്ഞ് 15, പിന്നെ 17.5, അങ്ങനെയാണ് ചെയ്യുന്നത്. ചെസ്റ്റൊക്കെ ഫസ്റ്റ് ടൈമിൽ തന്നെ 10 10-ൻ്റെ ഡമ്പലൊക്കെ വെച്ചായിരുന്നു ചെസ്റ്റ് പ്രസ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ തന്നെ ചോദിക്കും ഇതെന്താ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതായത് നമുക്ക് നല്ല ടൈം വേണം, നല്ല ടൈം എടുക്കും ഓരോ ഡമ്പലിലേക്ക് സ്വിച്ച് ചെയ്യാൻ, വെയിറ്റ് സ്വിച്ച് ചെയ്യാൻ. പെട്ടെന്ന് ചെയ്താൽ ഉറപ്പായിട്ട് ഇഞ്ചുറി വരും. സോ സ്ലോ ആയിട്ട് മാക്സിമം കറക്റ്റായിട്ട് റെപ്പ് എടുത്ത് പ്രോഗ്രസീവ് ഓവർലോഡ് പോലെ കറക്റ്റായിട്ട് പോയാൽ നമുക്ക് എല്ലാം 20 kg ആയാലും എല്ലാം എടുക്കാം. പയ്യെ സ്ലോ ആയിട്ടേ അത് നടക്കുകയുള്ളൂ. പിന്നെ പ്രോപ്പർ ഡയറ്റ്, പ്രോട്ടീൻ ഗോൾ കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യണം. നെക്സ്റ്റ് ലോവർ ചെസ്റ്റാണ്, ചെസ്റ്റിൻ്റെ താഴത്തെ ഭാഗം. അതിനുവേണ്ടി നമ്മൾ കേബിൾ വെച്ചുള്ള വർക്കൗട്ടാണ്. ഇത് നല്ലൊരു എഫക്റ്റാണ്. മറ്റേ വേറൊരു മെഷീനുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല, അതും ലോവർ ചെസ്റ്റിനാണ്. ഇങ്ങനെ നമ്മൾ 2 കൈ വെച്ച് താഴോട്ടാക്കുന്നത്. പക്ഷേ ഇതിനാണ് എനിക്ക് പിന്നെ നല്ലൊരു എഫക്റ്റ് തോന്നുന്നത്. കാരണം കേബിള് നമ്മൾ കറക്റ്റ് താഴോട്ട്, ചെസ്റ്റിന് താഴോട്ട് ഇങ്ങനെ പുള്ള് ചെയ്യുമ്പം നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പാടെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുമ്പോൾ ലോവർ വെയിറ്റ് തന്നെ പാടാണ്, ചെറിയ വെയിറ്റ് തന്നെ അത്യാവശ്യം പാടാണ്. പിന്നെ പയ്യെയാണ് കൂട്ടി വരാൻ പറ്റൂ. അപ്പുറത്തെ സൈഡിലും ഈ സെയിം കേബിൾ ചെയ്യുന്ന ഈ സെയിം സിസ്റ്റം തന്നെ അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ആൾ വേറെ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവിടെ ചെയ്യുകയാണ്. ഇവിടെ പിന്നെ ഇച്ചിരി കൂടെ എനിക്കൊന്ന് ലെങ്ത്ത്, ഡിസ്റ്റൻസ് കൂടുതലാണ്, ബിറ്റ്വീൻ കൂടുതലാണ്. പക്ഷെ അവിടെ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അവിടെ കുറവാണ് ഡിസ്റ്റൻസ്. ആ വർക്കൗട്ട് കഴിഞ്ഞു, പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇനി നമ്മൾ ട്രൈസിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ റോപ്പ് വെച്ചാണ് ചെയ്യുന്നത്. ബാറും യൂസ് ചെയ്യാം, രണ്ടും കുഴപ്പമില്ല, സെയിം എഫക്റ്റ് തന്നെയാണ്. അത് നല്ലോണമൊക്കെ ചെയ്യുന്ന പോലെ ഇരിക്കും. കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ട്രൈസിലേക്ക് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരിക. പിന്നെ ട്രൈസും നമുക്ക് വിസിബിളാക്കി വരാൻ നല്ല പാടാണ്. ബൈസ് പോലെയല്ല ട്രൈസ്. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലെല്ലാം കണ്ടിട്ടുണ്ട്, അതാണ് സത്യം. ഇൻസ്റ്റഗ്രാമിലല്ല, അതാണ് സത്യം. നമ്മുടെ ആംസിൽ വിസിബിൾ ആവാൻ അല്ലെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ലുക്കാക്കുന്നത് ട്രൈസാണ് ബൈസിനെക്കാട്ടിലും. നമുക്ക് കറക്റ്റായിട്ട് ട്രൈസ് പ്രോപ്പർ വർക്കൗട്ടൊക്കെ ചെയ്താൽ കിട്ടില്ലായിരിക്കും. ബൈസൊന്നും അല്ല, ട്രൈസ് നമുക്ക് വന്ന ടോട്ടൽ ലുക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ റോ വെച്ചുള്ളത് കഴിഞ്ഞു. നെക്സ്റ്റ് ഓവർ ഹെഡ് ഡമ്പലാണ്. നമുക്ക് ഇതും ചെയ്യാം, അല്ലെങ്കിൽ റോപ്പ് വെച്ച് തന്നെ അവിടെ മെഷീനിൽ വെച്ച് മുകളിലേക്ക് ഓവർ ഹെഡ് ചെയ്യാം. അതെല്ലാം ഓരോരുത്തർ ഇഷ്ടമാണ്, സെയിം എഫക്റ്റ് തന്നെയാണ്. അപ്പം ഞാനിതാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് അതും ചെയ്യും. ദെൻ ഫിനിഷിങ് ഡിപ്സാണ്. ട്രൈസിൻ്റെ ഏറ്റവും അവസാനം അടിക്കേണ്ടത് ബെസ്റ്റ് വർക്കൗട്ട് ഡിപ്സ് തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഡിപ്സ് റിയലി ചെയ്യില്ല, കൈവച്ച് ബാറിൽ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ച് ഡിപ്സ് ചെയ്യുന്നത് പാടുള്ളവർക്ക് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. ഇത് രണ്ടും സെയിം എഫക്റ്റാണ്. നമ്മൾ ബോഡി വെയിറ്റ് വെച്ച് ഡിപ്പ് ചെയ്യുന്നത് എനിക്ക് നല്ല പാടാണ്. ഡിപ്സ് ചെയ്യുന്നത് പൊങ്ങത്തില്ല, ട്രൈസ് എല്ലാം പൊട്ടിപ്പോകുന്ന വേദനയാണ് ഈ ബോഡി വെയിറ്റ് വെച്ച് ഇങ്ങനെ പൊങ്ങി വരുത്തില്ല. അപ്പോൾ ഇത് ചെയ്യുന്നവർക്ക്, ഇത് ഏകദേശം സെറ്റാവുന്നവർക്ക് പിന്നെ അത് ഗ്രാജുവലി എളുപ്പമായിരിക്കും. ദെൻ ആഫ്റ്റർ വർക്കൗട്ട് നമ്മൾ ഒരു ബനാന എടുത്തു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ചാർജറും മറ്റു സാധനങ്ങളും പാക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സ്റ്റേ ഹാർഡ്.